ദൃഷ്ടിക്ക് ഗോചരമായിരിക്കുന്നു. ഈ ലക്ഷോപലക്ഷം ക്ഷീരപഥങ്ങളിൽ നമ്മോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ക്ഷീരപഥവും നാമും തമ്മിലുള്ള ദൂരം എത്രയാണെന്നോ? അതിലെ പ്രകാശം സെക്കൻഡിൽ 1,86,000 മൈൽ വേഗത്തിൽ സഞ്ചരിച്ച് ഭൂമിയിലെത്താൻ 10 ലക്ഷം വർഷങ്ങൾ വേണം. മനുഷ്യദൃഷ്ടിയിലും അറിവിലും പെട്ട പ്രപഞ്ചഭാഗത്തിന്റെ വൈപുല്യമാണിപ്പറഞ്ഞത്. അപ്പോൾ ദൈവിക സാമ്രാജ്യത്തിന്റെ വൈപുല്യം എത്രത്തോളമായിരിക്കും? അതേക്കുറിച്ച് ഊഹിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. ഒരുപക്ഷേ മനുഷ്യന്റെ അറിവിൽപ്പെട്ട പ്രപഞ്ചം അറിയപ്പെടാത്ത പ്രപഞ്ചത്തെ അപേക്ഷിച്ച് സമുദ്രവും അതിൽ നിന്നുള്ള ഒരു തുള്ളിയും പോലെയായിരിക്കും. വിപുലഗംഭീരമായ ഈ അണ്ഡകടാഹത്തിന് അസ്തിത്വം നൽകിയ ദൈവത്തെക്കുറിച്ച് അതിലെ കൊച്ചു സൃഷ്ടിയായ മനുഷ്യൻ താൻ മരിച്ചാൽ പിന്നെ ദൈവത്തിന് തന്നെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല എന്ന് വിധി കൽപ്പിക്കുകയാണെങ്കിൽ അതവന്റെ ബുദ്ധിമോശം മാത്രമാകുന്നു.